ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവയുടെ ഒരു ജനറൽ ആയിട്ടുള്ള സർവീസ് വീഡിയോ ഉണ്ടോ. നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റിയിട്ട് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ അത്യാവശ്യം ഒരുവിധം പൊടി കാര്യങ്ങളുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. പ്ലഗ് നമുക്ക് ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ പ്ലഗ് മാറ്റേണ്ടതാണ്, പക്ഷേ ഈ പ്ലഗിന് വലിയ പഴക്കമില്ല. അപ്പോൾ പ്ലഗ് നമുക്ക് തൽക്കാലം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ക്ലച്ചിലില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയിലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയിലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്, ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെ ഫ്രഷാണ്, വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കാഴ്ചയിൽ പുതിയതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. തേമാനമൊന്നുമില്ല നിലവിൽ. പിന്നെ അതിൻ്റെ പിനിയൻ സ്റ്റാർട്ടർ ബെൻഡെക്സ് എന്ന് പറയും, വർക്കിംഗ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിലവിലത് വേറെ പെട്ടെന്ന് മാറ്റേണ്ടതായിട്ടുള്ളൊരു ഇതില്ല. എത്ര കാലം നമുക്കതൊന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ടൊന്ന് കയറ്റിയിടാം. ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ വന്ന വെയിറ്റ് സെറ്റ് യൂണിറ്റ് ക്ലച്ചാണ്. നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്, അത് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടറയിലും ക്ലീൻ ചെയ്ത് തരാം. ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ടയറുണ്ട്, ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റിങ്ങും നമുക്കുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കയറ്റിയതാണ് ഫ്രണ്ട് വീൽ അഴിക്കാനായിട്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിൾ പൊടിക്ക് ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിള് പ്രശ്നമൊന്നുമില്ല, ക്ലിയറാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നിലവിൽ ഓടിച്ചു വയ്ക്കുമ്പോഴായാലും ട്യൂണിങ്ങോ കാര്യങ്ങളോ വേറെ പ്രശ്നം തോന്നണമെന്നില്ല. മിസ്സിങ്ങോ വലിയറോ അങ്ങനെ പ്രശ്നമൊന്നും തോന്നണില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ കുഷ്യൻ അസംബ്ലിയുടെ ഈ റബ്ബർ ബുഷ് ഉണ്ടല്ലോ, ആ കംപ്ലൈൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ഉള്ളിൽ വന്നും കോളർ ബുഷിനും ചെറിയൊരു പ്ലേ ഉണ്ട്. ഈ സൈഡ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്, പക്ഷേ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്തിട്ടേക്കാം. ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി 2023 ബാറ്ററി ഇരിക്കണേ, ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് വാല്യൂസ് കാണിക്കുന്നതിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. 2023 ബാറ്ററിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഫോം ടൈപ്പാണ്, അത് പൊടിഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിടാം. എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അങ്ങനെ മേജറായിട്ട് വേറെ പ്രോബ്ലംസോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് പൊല്യൂഷൻ പീരീഡ് ഉണ്ട്, പൊല്യൂഷൻ വാലിഡിറ്റി ഉണ്ട്. ഫെബ്രുവരി മാസം വരെ ഉണ്ട് നമുക്ക്, 2025 ഫെബ്രുവരി വരെ നമുക്ക് അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും വൈകുന്നേരം ഒരു 5:30-6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ.